ക്ഷീണിച്ചു പോയല്ലോടാ. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കടി. ഞാനായിട്ടാ നിന്നെ ചീത്തയാക്കി തന്ന നിന്റെ അച്ഛൻ പറയുന്നത്. ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനൊന്നും എന്റെ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന്. അല്ലെങ്കിൽ ഞാനിവിടെ പൊറുക്കാൻ വന്നൊന്നുമല്ല. എന്നെ മനസ്സിലാക്കാത്തവരുടെ കൂടെ താമസിക്കാൻ ഞാനും തയ്യാറല്ല. മോനെ, നിന്നെ മനസ്സിലാക്കാത്തവരോ? നീ എന്ന് സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചു തുടങ്ങിയോ അന്ന് മുതൽ നീ ഞങ്ങളെ അന്യരായിട്ടാ കാണുന്നത്. നീ ഞങ്ങൾക്കെന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട മോൻ തന്നെയാ. എന്നിട്ടാണ് ഞാൻ ഇത്രയും നാളും ജയിലിൽ കിടന്നിട്ട് ഒരാള് പോലും തിരിഞ്ഞു നോക്കാതിരുന്നത്. ചത്തോന്നെങ്കിലും വന്നൊന്നും തിരക്കാമായിരുന്നില്ലേ? ആര് പറഞ്ഞു? ഞാൻ എത്ര പ്രാവശ്യം വന്നു. വിവരങ്ങളെല്ലാം കൃത്യമായി തിരക്കുന്നുണ്ടായിരുന്നല്ലോ. ആ, രക്തബന്ധമുള്ള ചിലരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എടാ, നീ ഒരുത്തനെ കൊന്നിട്ട് ജയിലിൽ കിടക്കായിരുന്നെങ്കിൽ ഈ മഹേന്ദ്രൻ വന്നേനെ. കാരണം അതിനൊരു അന്തസ്സുണ്ടടാ. ഇത് പക്ഷേ കഞ്ചാവ് കച്ചവടത്തിന് പോയ മകനെ കാണാൻ മാത്രം മാണിക്കോത്ത് മഹേന്ദ്രൻ അതപ്പതിച്ചിട്ടില്ല. എടാ, ശത്രുക്കളെ ചതിയിൽപ്പെടുത്തി എന്ന് പറയുന്നതിലല്ല ആണത്തം, പെടാതിരിക്കുന്നതിലാണ് മഹത്വം. കഞ്ചാവ് കച്ചവടം, മയക്കുമരുന്ന് റാക്കറ്റിലെ കണ്ണി, ഈ പട്ടങ്ങളൊക്കെ എനിക്ക് നേടിത്തന്നത് അച്ഛൻ തന്നെയാ. അച്ഛന്റെ ബിസിനസ് തകർക്കാൻ വേണ്ടി ശത്രുക്കളെന്നെ ബലിയാടാക്കുകയായിരുന്നു. അത് ചെയ്തവരെ വേണ്ട രീതി കണ്ടിട്ടാ ഞാനീ വരുന്നത്. എന്നാലും കുടുംബത്തിനേറ്റ കളങ്കം മാറുന്നില്ലല്ലോ. ഞാനിവിടുന്ന് ഒഴിഞ്ഞെന്നാ കളഞ്ഞുപോയ മാനം തിരിച്ചു കിട്ടുമെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്. ഇനി ശിവനിവിടെ വരില്ല. മോളെ, നീ ഒന്ന് വേഗം കൊണ്ടുവാ. എന്താ, എങ്ങനെയുണ്ട്? വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ടോന്ന്? ഡോക്ടറെ വിളിക്കാം. ചെക്കപ്പിനുള്ള സമയമായല്ലോ. കുഞ്ഞെ, നമ്മുടെ പരുത്തിക്കുന്നിലെ സ്ഥലം സീൽ ചെയ്യാൻ കളക്ടറും കൂട്ടരും വരുന്നുണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തുടങ്ങുകയായിരുന്നു. ഇനിയിപ്പോ അത് വേണ്ട. അച്ഛന്റെ നെഞ്ചുവേദന ഗുളിക കൊടുത്ത് മാറ്റാം. പക്ഷേ നമ്മുടെ സ്ഥലം സീൽ ചെയ്താൽ പിന്നെ അത് തിരിച്ചു കിട്ടില്ല. അത് പറ്റില്ല. ഞാൻ വരും. അത് വിട്ടുകൊടുത്താ ഞാൻ തോറ്റു. എനിക്കങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റ് ജീവിക്കാനാവില്ല. യോഹന്നാൻ, അവന്റെ മുമ്പിൽ തോറ്റിട്ട് എനിക്കിവിടെ ജീവിക്കണ്ട. അമ്മേ, അച്ഛാ, അച്ഛൻ തോൽക്കില്ല. അച്ഛനിപ്പോ വിശ്രമമാണ് ആവശ്യം. അച്ഛനെ ജയിപ്പിക്കാൻ അച്ഛന്റെ മകനോടുണ്ട്. ഇത് ശിവോഹം, എനിക്കിത് നിയോഗം, അവർക്കിത് വിയോഗം. അവൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല. അവൻ പോയിട്ട് വരട്ടടി. മഹേന്ദ്രന്റെ മകനാ അവൻ. അവൻ പറഞ്ഞിട്ട് പോയ വാക്ക് നീ കേട്ടില്ലേ?
ശിവോഹം. ഓ, അപ്പൊ ഇയാളായിരുന്നോ ആ അവതാരം? ഇവിടെ ഈ പാവങ്ങളെ രക്ഷിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാരും കൂടി തന്നെ അങ്ങ് പൊക്കി വെച്ചിരിക്കുകയാണല്ലോ. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവാൻ ശിവൻ എവിടെ ഇരിക്കുന്നേ? ഹിമാലയ സാനുക്കളുടെ ഉത്തംഗ ശൃംഗത്തിൽ. പാവങ്ങളാ ചുമ്മാ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളൊന്ന് നിന്നു കൊടുത്താ മതി. അവർക്കൊരു സന്തോഷം, അത് കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷം. പക്ഷേ ഇവിടെ ഇയാൾക്ക് തെറ്റി. ഇവിടെ എതിരിടാൻ പോകുന്നത് സ്ഥലം ജില്ലാ കളക്ടർ അടുത്ത്. അടി ഇരന്ന് വാങ്ങാൻ നിക്കല്ലേ. ഈ സന്തോഷമൊക്കെ അങ്ങ് സങ്കടമായിട്ട് മാറും. സത്യം പറയാലോ, ഇപ്പോഴത്തെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പാടില്ലെന്നേ. കാരണം ഞാൻ കുറച്ചു കാലം അകത്തായിരുന്നു. അങ്ങ് സെൻട്രൽ ജയിലിലെ. അവിടെ ഇങ്ങനെ മാന്യന്മാരായ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെ ആരെയും കമ്പനിക്കൊന്നും കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വേറെ ലെവലായി പോയനെ. കിട്ടിയത് പോക്കറ്റ് അടിക്കാരെയും കുതുകാല് വെട്ടിയവരെയും തെന്മാണിപ്പക്കാരെയൊക്കെയാ. അതുകൊണ്ടെന്താ, കാണിക്കുന്ന മുഴുവൻ തോന്നിവാസങ്ങളാ. അതുകൊണ്ട് പറയുന്ന ഭാഷയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരാം. കളക്ടറേറ്റ് അതുകൊണ്ടൊന്ന് ക്ഷമിക്കേണ്ടി വരും. ദേ